അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഈ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്കറിയാലോ ഞാൻ എങ്ങോട്ടേക്ക് വാങ്ങാനാണ് പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി പറയാം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കിങ് കാര്യമൊക്കെ ആയിട്ട് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം പിറ്റേ ദിവസം കേട്ടോ, ആ പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത്. പിറ്റേ ദിവസം വൈകുന്നേരം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എനിക്ക് ചെറിയൊരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു ഒരു ഡ്രസ്സിന്. അപ്പോൾ അത് ചെയ്യാണ്. ഈ മെഷീൻ ഉണ്ടല്ലോ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് മമ്മിയുടെയാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കീറിയതോ എന്തെങ്കിലും ഓൾട്രേഷനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ പോകണം. അപ്പം അവരെപ്പോഴും ബുദ്ധിമുട്ടിക്കും എന്താ പോലെ, മീൻസ് അവർ അങ്ങനെ പൈസ ഒന്നും മേടിക്കില്ല. അപ്പം പിന്നെ ബുദ്ധിമുട്ടിക്കാരോ ഇതായതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം മമ്മിയും പറഞ്ഞു മമ്മിക്കൊന്ന് വേണമെന്ന്. അപ്പോൾ അങ്ങനെ മമ്മി ഒന്ന് വാങ്ങിയതാട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് ഒരെണ്ണം വാങ്ങിക്കണം ഇങ്ങനത്തെ. അപ്പോൾ പറഞ്ഞു വന്നത്, നാളെ രാവിലെ എനിക്ക് പോകണം. എനിക്കെന്ന് പറഞ്ഞാൽ ഞാനും പിള്ളേരും പപ്പയും അമ്മയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം നാളെ രാവിലെ 5 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ ഇന്ന് നേരത്തെ കിടന്നുറങ്ങണം. അപ്പോൾ ഇപ്പം ഞാൻ ലാസ്റ്റായിട്ട് ഈ ഡ്രസ്സ് എടുത്ത് വെക്കുന്ന നേരത്താണ്. അപ്പോൾ ഇതൊന്നും ശരിയാക്കിയില്ലല്ലോ എന്നോർത്ത് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ അതങ്ങ് വെച്ച് ലാസ്റ്റ് മൊമെൻറ്റിലേക്കായിപ്പോയി. സാധാരണ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും വെൽ ക്ലിയർ ആയിട്ട് പോകുന്നതിന് ഒരു ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മുന്നേ എല്ലാം നീറ്റാക്കി ചെയ്ത് വെക്കുമായിരുന്നു. ഇതങ്ങ് വിട്ടുപോയി. അപ്പോൾ ഇത് ഞാൻ വേഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. 2 പേരും കൂടെ ഉറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഞാനിത് ഓർത്തത്. അപ്പോൾ പിന്നെ ഇതും കൂടി ചെയ്തിട്ട് അവരെ അങ്ങ് ഉറക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ രാവിലെ 5 മണിക്ക് പോകുന്നതുകൊണ്ട് ഒരു 3:30 കഴിയുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേൽക്കണം. അതൊന്നും എത്ര നേരത്തെ എഴുന്നേൽക്കുന്നതെന്ന് വെച്ചാൽ പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുന്നേ വേണം എനിക്കെല്ലാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും എല്ലാം ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ ആയിട്ട്. 2 പേര് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. പിന്നെ അവരെ ഏറ്റു കഴിഞ്ഞ് അവരൊന്നും ഒരുക്കിയൊക്കെ വരുമ്പോൾ അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. ഏറ്റു കഴിയുമ്പോഴത്തേക്കും കരച്ചിലൊക്കെയാണ്. പിന്നെ അതൊന്ന് ആശ്വസിപ്പിച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണെങ്കിലും കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. ഒരു 3:30 കഴിയുമ്പോഴത്തേക്ക് എഴുന്നേൽക്കണം എന്നാണ് എൻ്റെ പ്ലാന്. നേരത്തെ കിടക്കുന്ന പോലെ അനുസരിച്ചിരിക്കും. അതിപ്പോൾ നാളെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡ്രസ്സും ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എൻ്റെയും പിള്ളേരുടെയും അങ്ങനെ സെറ്റാക്കി വെക്കുക. ഇടാനുള്ള ഡ്രസ്സും ഹെയർ ആക്സസറീസും അങ്ങനെ എല്ലാം എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അതാകുമ്പോൾ പിന്നെ രാവിലെ ഏറ്റു കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ആയിട്ട് തപ്പാൻ പോകണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ അതെവിടെ എന്ന് പറയും 100 അലയും വേണം. അങ്ങനെ വെറുതെ സമയം കളയും ചെയ്യുമല്ലോ. 2 ഉറങ്ങാൻ വന്നിട്ട് നല്ല കളിയാണ്. ഇപ്പോൾ ഇവൻ്റെ മെയിൻ കളിസ്ഥലമാണ് ഈ വാർഡ്രോബ്. ഇതിനകത്ത് തുണി എല്ലാം എടുത്ത് താഴത്തേക്ക് ഇട്ടിട്ട് അവിടെ കയറിയിരിക്കും. ആളെ കണ്ടില്ലേ ഇവിടെ വന്ന് അന്വേഷിച്ചാൽ മതി. ചില സമയത്ത് എനിക്ക് പേടി ഇങ്ങനെ അടയ്ക്കുവങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇത് വാതിലിൻ്റെ ലോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ്ലി അടഞ്ഞു പോകത്തില്ല. ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ 2 പേരെ ഉറക്കി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സാധനം കൂടെ എടുത്തു വെക്കാനുണ്ടായിരുന്നു. എല്ലാവരും കിടന്നു, ഞാൻ മാത്രം കേട്ടോ ഇവിടെ ഇങ്ങനെ ഉണർന്നിങ്ങനെ നടക്കുന്നത്. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ കുറച്ച് പൈനാപ്പിളാണ്. ഇവിടെ വെച്ചാൽ ആരും കഴിക്കില്ലെന്ന് പറഞ്ഞാൽ മമ്മിക്ക് ഒരു അസിഡിക് ഇഷ്യൂ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പുളിയുള്ളതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പപ്പയാണ് അങ്ങനെ കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അൽക്കുലത്തെ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ കപ്പും അവളുടെ ബോട്ടിലൊക്കെ ആയിട്ട്. ഇല്ലെങ്കിൽ അത് മറന്നു പോകും. അപ്പം ഞാനത് മേശയിലോട്ട് വൈകുന്നേരം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റായിട്ട് ഓർത്ത് വെക്കുന്ന സാധനമെല്ലാം ഞാൻ ഈ മേശ കൊണ്ട് വെച്ചിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്തായാലും അത് മറന്നു പോകും. ആ മേശയിലിരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ടംബ്ലർ ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. കുറേ മുന്നേ വാങ്ങിയതാണ്. അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഒരു എസ്തെറ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കോഫിയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഫീൽ കിട്ടാൻ, ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ലുക്കൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഞാനത് ഇവിടെ വെച്ച് തന്നെ മറന്നുപോയി. പിന്നെ ഞാൻ കൊണ്ടുപോയൊന്നുമില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതെടുത്തിട്ട് പോവാണ്. അപ്പോൾ തിരിച്ച് ഇനി എപ്പോഴാണ് വരുന്നതെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാനതും കൂടെ അങ്ങ് എടുത്തു. കുറച്ച് നേരത്തെ ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. എന്താ അറിയില്ല, എത്ര എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബാക്കി ഉണ്ടാവും.
ഇന്നലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് ഞാൻ ഓരോന്നെടുത്ത് വെക്കാനും. അപ്പോൾ ഇതിനെ മാത്രം എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിള്ളേരുള്ളത് കൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ സാധനമൊക്കെ ആയിരിക്കും, അത് മറന്നു പോയാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ഇവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുവയ്ക്കും. അപ്പോൾ അതൊക്കെ തേടി പിടിച്ച് എടുത്ത് വയ്ക്കുക, പിന്നെ എടുത്ത് പാക്ക് ചെയ്ത് കഴിയുമ്പം അരയിലൊക്കെ ആയിട്ട് ലൂക്കാസിനാട്ടോ മെയിൻ, അവനെടുത്ത് അവിടുന്ന് പിന്നെ എടുത്ത് കൊണ്ടുപോകും. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോഴായിരിക്കും അതൊന്നും കാണില്ല, പാക്ക് ചെയ്തൊക്കെ അങ്ങ് ഇതിലൊക്കെ ഇട്ടേക്കുന്നത്. അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരുള്ളവർക്ക് അറിയാലോ അവസ്ഥ. അങ്ങനെ എല്ലാം എടുത്തു വെച്ചെന്ന് വിചാരിച്ച് ഈ കബോർഡ് തുറന്നപ്പോഴാണ് എൻ്റെ മോയ്സ്ചറൈസറൊക്കെ അവിടെ ഇരിക്കുന്നത്. ഈ പെട്ടെന്ന് അയ്യോ ഇതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലേ, എടുത്തു വെച്ചില്ലല്ലോ എന്ന്. പിന്നെ ലാസ്റ്റായിട്ട് അതും കൂടെ അങ്ങ് തേച്ചിട്ട് അതെല്ലാം കൂടെ എടുത്ത് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി കേട്ടോ, പാക്കിംഗ് എല്ലാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പം എത്രയും പെട്ടെന്ന് കിടക്കണം, ഉറങ്ങണം. അപ്പോൾ ഇത്ര ലേറ്റായിട്ട് കിടന്ന് പെട്ടെന്ന് ഉറങ്ങുമെന്ന് വിചാരിച്ചാൽ എൻ്റെ കാര്യത്തിൽ നടക്കില്ല കേട്ടോ. എനിക്ക് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഉറങ്ങിക്കിട്ടാൻ ഇച്ചിരി പണിയാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നേരത്തെ കിടക്കണം എന്ന് വിചാരിച്ച് വന്ന് ഉറക്കം വന്ന സമയത്ത് അങ്ങ് കിടന്നാലേ എനിക്ക് അങ്ങ് ഉറങ്ങാൻ പറ്റുള്ളൂ. ആ ഉറക്കം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കിടക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കും. പക്ഷേ കണ്ണിൽ നല്ല ഉറക്കം വരും, കണ്ണൊക്കെ ഇങ്ങനെ നേരാൻ തുടങ്ങും നമുക്ക് ഉറക്കം വന്നിട്ടേ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോത്തുപോലെ കിടന്നുറങ്ങും. കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഉറക്കത്തിൻ്റെ ഒരു ഫീലുണ്ടല്ലോ, അങ്ങനെ നല്ല കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങുന്ന ഒരു ഫീല് അത് കിട്ടാറില്ല കേട്ടോ. പിന്നെ ഇതൊരു കുറച്ച് നാളത്തേനും കൂടെ അല്ലേ, പിള്ളേരൊക്കെ വലുതാകുമ്പോഴത്തേക്കും അത് ശരിയാവുമല്ലോ. ലൂക്ക് അങ്ങനെയായിരുന്നു, ലൂക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയില്ല, ഇപ്പം കംപ്ലീറ്റ്ലി കിടന്നു കഴിയുമ്പോഴത്തേക്കും രാവിലെ വരെ അങ്ങ് കിടന്നുറങ്ങിക്കോളും. അപ്പോൾ ഇസുവിൻ്റെ കാര്യം ഒരു 1 ഇയറും കൂടെ കഴിയുമ്പോഴത്തേക്കും അവളങ്ങ് ഓക്കെ ആവുമല്ലോ. പിന്നെ ഈ ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതെ പിന്നെ എങ്ങനെയല്ലേ നമ്മുടെ ഒരു ലൈഫ്. അപ്പം പിന്നെ കിടക്കട്ടെ, രാവിലെ എഴുന്നേൽക്കണം. അലാമൊക്കെ വെച്ചിട്ട് ഞാൻ കിടക്കാൻ വേണ്ടി പോകാം കേട്ടോ. മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് പിന്നെ ഇട്ടാണ് കിടക്കുന്നത്. അങ്ങനെ രാവിലെ ഞാനൊരു 3:45 ആയപ്പോൾ എഴുന്നേറ്റ്. ഞാനാട്ടോ ആദ്യമായിട്ട് എഴുന്നേൽക്കുന്നത്, മീൻസ് ആദ്യമായിട്ടൊന്നല്ല, ആദ്യം ഞാനാട്ടോ എഴുന്നേറ്റ്. അതിനുശേഷം മമ്മി ഏറ്റു വന്നത്, അല്ലെങ്കിൽ മമ്മിയാണ് സാധാരണ ഏറ്റു വരുന്നത്. ഇപ്പം എനിക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം, 2 പേരുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റു. എനിക്കിങ്ങനെ കുറച്ചധികം നേരത്തെ ഒക്കെ എഴുന്നേറ്റാൽ ഉടനെ എനിക്ക് ചായ കുടിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ഛർദ്ദിക്കാൻ വരുന്നൊരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും വേഗം പോയി, മുഖം ഒന്നും കഴുകില്ല, വേഗം പോയി ചായ വെച്ചു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ തന്നെ എടുത്ത് ചായ കുടിച്ചില്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനൊക്കെ വരും. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇസു ഏറ്റിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇസുവിനെ ഞാൻ അങ്ങ് ഓർക്കുക, അല്ലെങ്കിൽ പിന്നെ എൻ്റെ പരിപാടിയൊന്നും നടക്കില്ലല്ലോ. പെട്ടെന്ന് ഉറങ്ങി, എന്താ അറിയില്ല, അല്ലെങ്കിൽ വെട്ടമൊക്കെ കണ്ടിട്ട് അവൾ ഉറങ്ങത്തില്ലായിരുന്നു സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ട്. അല്ലേ എന്താ അറിയില്ല, ഈ സമയമൊക്കെ ആയതുകൊണ്ടായിരിക്കും അവൾ വേഗം തന്നെ അങ്ങ് ഉറങ്ങി. കിടത്തുമ്പോൾ എനിക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ചില സമയത്തൊക്കെ കിടത്തി കഴിയുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരുവേ. അപ്പോൾ ഞാൻ വീണ്ടും കൂടെ കിടക്കണം, എന്നിട്ട് ഇങ്ങനെ ഉറക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എൻ്റെ പോകും. അപ്പോൾ അങ്ങനെ ഏക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വേഗം ഇങ്ങനെ കൊട്ടി ഉറക്കുക. ചില സമയത്ത് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കൊട്ടി വെക്കുകയാണെങ്കിൽ അവൾ കിടന്നുറങ്ങേ. ഇതിപ്പോൾ ലൂക്കിനെ ഇങ്ങോട്ട് നീങ്ങി കിടക്കുന്നതുകൊണ്ട് അവളുടെ മേത്തേക്ക് അങ്ങനെ മറിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ അവനെ നീക്കി കിടത്താം, ഇല്ലെങ്കിൽ അവളുടെ മേത്തേക്ക് ഇങ്ങനെ ഉരുണ്ട് പോയി അവളുടെ മേത്ത് കയറി കിടക്കും. പിന്നെ 2 ആൾ എഴുന്നേൽക്കും. അങ്ങനെ അവരുടെ കാര്യമൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ ഞാൻ വേഗം പോയി റെഡി ആവട്ടെ, ഏത് നിമിഷം വേണമെങ്കിലും 2-ൽ ആരെങ്കിലും എഴുന്നേറ്റ് വരും. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ എല്ലാം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് റെഡിയാകാൻ എളുപ്പമാണ്. അപ്പോൾ പിന്നെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, രാവിലെ ഏറ്റു പോകും, അവിടെ ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തുകയും ചെയ്യും. പിന്നെ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം പോയി ഡ്രസ്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇസു ഏറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇസുവിനെ ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ലൂക്ക് ഏറ്റു. അപ്പം ഞാൻ ആദ്യം ലൂക്കിന് ഡ്രസ്സ് ചെയ്യാം. അപ്പോൾ അവൻ ആദ്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോകാമല്ലോ നമുക്ക്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവന് കാര്യം മനസ്സിലായി. അപ്പോൾ പിന്നെ അവൻ അവിടെ തന്നെ കിടന്നു. ഞാൻ വേഗം ഡ്രസ്സൊക്കെ എടുപ്പിച്ചു കൊടുത്തു. പിന്നെ അവനോട് അവിടെ തന്നെ കിടന്നോളാൻ പറഞ്ഞു, ഉറങ്ങാല്ലോ കേട്ടോ, അവനിങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുക. ആ സമയത്ത് ഞാൻ ഇസുവിന് ഡ്രസ്സ് ചെയ്തു. ഇസുവിന് ഭയങ്കര ഹാപ്പി എവിടെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴത്തേക്കും മമ്മി വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ മാറിയിട്ട്. അപ്പോൾ അവൾക്ക് മമ്മിയുടെ കൂടെ പോകണം, അതിന് വേണ്ടിയിട്ടായി കരയുന്നത്.
ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴും ഓർത്ത് രാത്രി കിടക്കാൻ നേരത്തെ ഇവർ ഈ ഡ്രസ്സ് തന്നെ എടിപ്പിച്ച് കിടക്കുമായിരുന്നെങ്കിൽ രാവിലെ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ, രാവിലെ എഴുന്നേപ്പിച്ച് അങ്ങ് കൊണ്ടായാൽ മതിയായിരുന്നല്ലോ. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. അന്ന് ഞാനിങ്ങനെ മമ്മിയോട് പറയുമ്പോൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ, രാത്രി കിടക്കാൻ നേരത്തെ ഈ ഡ്രസ്സ് അങ്ങ് എടിപ്പിച്ച് കഴിഞ്ഞിട്ട് രാവിലെ അങ്ങ് എഴുന്നേറ്റ് കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ എന്ന്. എവിടെയെങ്കിലും പോകുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ 2 മക്കളും എന്നെ പോലെയാണെന്ന് തോന്നുന്നു, ഭയങ്കര ഉഷാറാണ്. അല്ലെങ്കിൽ ലോക്ക ഇങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽപ്പിച്ചാൽ ചിലപ്പോൾ കരച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കും. ഇതിപ്പോൾ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചാടി എഴുന്നേൽക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഉറക്കത്തിൻ്റെ പ്രശ്നമൊന്നും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉറക്കത്തിൽ നിന്നെങ്ങാനും എഴുന്നേൽപ്പിക്കുകയെങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ കരച്ചിലൊക്കെ ആയിരിക്കും, പിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടക്കണം, അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ള ആളാണ്. പക്ഷെ ഇപ്പോൾ നോക്കി അവിടെ പോകാൻ അറിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഇഷ്യൂ ഒന്നുമില്ല. അങ്ങനെ പോകാനൊക്കെ ടൈമായിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് ആക്സസറീസും കൂടെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. നേരം കാണുമൊന്നുമില്ല, പിന്നെ നേരെ വീട്ടിലേക്ക് പോകാണല്ലോ പോകുന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും ഒരു ഭംഗിക്ക് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ഞാനത് അവിടെ വെച്ച് മറന്നു എടുത്തു വെച്ച സാധനമായതുകൊണ്ട്. പിന്നെ അങ്ങനെ മേക്കപ്പും കാര്യമൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒരു ഇത്തിരി ലിപ്സ്റ്റിക്ക് അങ്ങ് ഇട്ട് വയ്ക്കും. ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പോലെയാണ്. അതെന്താ അറിയില്ല, ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങിയ കാലം തൊട്ട് ഇപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ ഇറങ്ങിയുമ്പോൾ ലിപ്സ്റ്റിക്ക് കുറച്ചെങ്കിലും ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട്. അതിപ്പോൾ എൻ്റെ അനിയത്തിയും പറയും ലിപ്സ്റ്റിക്ക് ഇടാതെ പുറത്തിറങ്ങാൻ മേലെന്ന്. അതിപ്പോൾ ഒരു ശീലം, അതുകൊണ്ടാവാം കേട്ടോ. ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കും. ചില ഷെയ്ഡ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാറുണ്ട്. എനിക്ക് കുറച്ചിങ്ങനെ ഒരു ന്യൂഡ് കളറിനെക്കാട്ടിലും ഒരു ഓറഞ്ച് ആ ഒരു ഷെയ്ഡ് വരുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു ഫേസ് അത്ര നല്ല ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോകാനുള്ള സമയമായി. ഈ ഒരു സമയത്ത് ഭയങ്കര വിഷമം തോന്നുന്നേ. പോയാലും പെട്ടെന്ന് വരും സാധാരണ, പക്ഷെ ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഞാനിപ്പോഴും പോയി കഴിഞ്ഞിട്ട് 2 മാസം കഴിയുമ്പോൾ അല്ല 1 മാസം കഴിയുമ്പോഴൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട് കേട്ടോ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരു സംശയമാണ്, കാരണം ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് അവിടെ, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഒരു വിഷമം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ വിഷമത്തിൽ തന്നെ പോയത്, പക്ഷേ എനിക്ക് വരാൻ പറ്റിയായിരുന്നു കേട്ടോ, വന്ന് നിൽക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എന്നാലും സ്വന്തം വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ പിന്നെ പോകുമ്പോഴത്തേക്കും ഒരു വിഷമം തന്നെയാണ് അത്. ഇപ്പം നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയവർക്ക് ആ ഒരു ഫീല് എത്രത്തോളാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഞാനോർത്ത് വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പേരും കിടന്ന് ഉറങ്ങുമായിരിക്കുന്നു. കുറേ നേരം ഞങ്ങളൊരു 5 മണിയായപ്പോൾ തന്നെ ഇറങ്ങിയായിരുന്നേ. പിന്നെ അവർ ഉറങ്ങുന്നേ ഇല്ല. ഞാൻ ലൂക്കായോടും ഇസുവിനോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് ഉറങ്ങുന്നൊന്നുമില്ല, അവരിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുമായിരുന്നു. പിന്നെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ, തീരെ കാണുന്നുണ്ടായിരുന്നില്ല. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, നേരിട്ട് നമുക്ക് ഒട്ടും കാണുന്നില്ല. ഫ്രണ്ടിൽ കുറച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല മഞ്ഞായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാവിലെ അങ്ങനെ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ടൗണിന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് സാധനമൊക്കെ വാങ്ങി ഞാനും ലൂക്കായൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അവിടെ നിന്ന് തന്നെ പോയി എടുത്തിട്ട് വന്നത്, ഞാൻ കണ്ടൊന്നുമില്ല. ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കൊടുക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞങ്ങളൊരു 7:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി വരുന്ന ആ മൊമെൻ്റൊക്കെ എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നു വീഡിയോ എടുക്കുന്ന കാര്യം, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇവിടുത്തെ അമ്മ ദോശയും ചമ്മന്തിയും പിന്നെ ബീഫും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ലൂക്കായ്ക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട, അവൻ ആ വാങ്ങിയ ഡോണറ്റും കഴിച്ചു. അപ്പം പിന്നെ കുറച്ച് കാവറുത്തും ഉണ്ടായിരുന്നു, വാഴക്കല്ലോ ചക്ക വറുത്തത് ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ചക്ക വറുത്ത്. ഈ കൊല്ലം ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചക്ക കഴിച്ചെങ്കിലും ചക്ക വറുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു, എനിക്ക് നമ്മുടെ ചിപ്സ് ഉണ്ടല്ലോ വാഴക്കയുടെ, അതെനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. കഴിക്കായൊന്നുമില്ല, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇത് ഇപ്പോൾ എത്ര ഫ്രണ്ടിൽ കൊണ്ടുവച്ച് തന്നാലും ഞാൻ അതിങ്ങനെ ഇഷ്ടംപോലെ ഒന്ന് കഴിക്കും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം അങ്ങോട്ട് പോയിട്ടോ. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, വീട്ടിൽ പണിയുണ്ട്, ചേട്ടന്മാർ വരുമല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ടൊക്കെ പോയാൽ മതിയായിരുന്നു. അങ്ങനെ അവരും പോയി. അപ്പോൾ ലൂക്കായ്ക്കൊക്കെ ചെറിയ വിഷമമായിരുന്നു, ഒന്നും കുഴപ്പമില്ല. പിന്നെ അവരുടെ കളിപ്പാട്ടവും സാധനമൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അവരതിൻ്റെ പുറകെയായി. അപ്പോൾ ഇനി ഒന്ന് സെറ്റൊക്കെ ആവട്ടെ. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.